ഹായ്. തൃശ്ശൂർ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ആർട്ട് ഓഫ് ഡ്രൈവിങ്ങിൽ പങ്കെടുത്ത മിഥുനാണ് എൻ്റെ കൂടെയുള്ളത്. അപ്പം ഇന്ന് ഇപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. എങ്ങനെയുണ്ട് മിഥുൻ്റെ എക്സ്പീരിയൻസ് എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഓരോ ആളുകളും അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ഡിഫറെൻ്റ് ആണ്. അപ്പം മിഥുൻ കുറച്ചൊക്കെ ഡ്രൈവ് ചെയ്യുന്ന ആളാണ്. പക്ഷേ രാവിലെ തൃശ്ശൂരൊക്കെ എടുത്തു വരാൻ പറയുമ്പോൾ ഒരു ധൈര്യം ഉണ്ടായിട്ടില്ല. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ആവില്ല എന്ന് പറഞ്ഞ ആളാണ്. ഇപ്പോൾ ഇത് എന്നെ ഇവിടെ കൊണ്ടുവിട്ടിട്ട് തിരിച്ച് ഒറ്റയ്ക്ക് പോകാൻ പോകുന്നുണ്ട്. എങ്ങനെയുണ്ട് മിഥുൻ എക്സ്പീരിയൻസ്? മുന്നേ ചാനൽ കാണുന്നുണ്ട് അല്ലേ? അതെ, വളരെ മുന്നേ തന്നെ ഞാൻ ചാനൽ കാണാറുണ്ട്. ഒരു ബിഗിനർ ഏറ്റവും ആദ്യം സെർച്ച് ചെയ്യുന്നത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് എത്തിപ്പെടുന്ന കുറച്ച് പേരിൽ ഒരാളാണ് സാറ്. എല്ലാവരും ഇവിടെ എത്തിച്ചേരും മിക്കതും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഞാൻ ഒരു ബിഗിനറെ സംബന്ധിച്ച് അയാളുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ മറ്റുള്ളവരോട് പറയാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് വളരെ സില്ലി ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ, അത് ഞാൻ പുറത്ത് പറഞ്ഞാൽ ബുദ്ധിമുട്ടാവുമോ എന്നൊക്കെ തോന്നിയിട്ടുള്ള, അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഒരു ടൈറ്റിലായിട്ട് യൂട്യൂബിൽ വരുന്നത് സാറിന്റെ വീഡിയോസിന്റെ താഴെയായിട്ടാണ്. ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡ് എന്തായാലും വേഗം അതിൽ ക്ലിക്ക് ചെയ്യും. നമ്മുടെ പ്രശ്നം തീർക്കാനുള്ള എല്ലാ വഴികളും അതിൽ ഉണ്ടാവും എന്നുള്ളതാണ്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ട്, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അത്യാവശ്യം കുറച്ച് ഡ്രൈവ് ചെയ്ത് തുടങ്ങിയെങ്കിൽ പോലും എനിക്ക് എന്നാലും കുറെ ടെൻഷന്റെയും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. അതാണ് സാർ നേരത്തെ പറഞ്ഞ പോലെ തൃശ്ശൂർക്ക് കയറാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് ഓടിക്കാറിയാമെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് കുറെയൊക്കെ ഓടിച്ചിട്ടുള്ളത്. എങ്കിൽ പോലും ഒരു ബുദ്ധിമുട്ടുണ്ടായി. ചിലപ്പോൾ ഞാൻ ഓടിക്കുമായിരിക്കും, എന്നാൽ പോലും ചെറിയ പേടിയുണ്ടായിരുന്നു. ഇതിന് ശരിക്കും ക്ലച്ചിന്റെ ഒരു പ്രശ്നം ഉണ്ടായല്ലേ? ക്ലച്ചിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ക്ലച്ച്, അതുപോലെ തന്നെ ഫസ്റ്റ് ഗിയർ. നോർമലി വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എടുക്കുന്ന ഒരു സൈഡിൽ നിന്ന്, ഒരു റോഡിന്റെ സൈഡിൽ നിന്ന് എടുക്കുന്ന ഒരു ബുദ്ധിമുട്ടല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മളൊരു ജംഗ്ഷനിലോ ചെന്നിട്ട് ബാക്കിലൊക്കെ ഒരുപാട് വണ്ടിയും മുന്നിലൂടെ ഒക്കെ പാസ് ചെയ്യുന്ന ഒരു സമയത്ത് പെട്ടെന്ന് നമുക്ക് ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് എടുക്കുന്ന ആവശ്യങ്ങൾ വരും. ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ ഒരു ടെൻഷൻ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ഫസ്റ്റ് ക്ലച്ചിന് കാലെടുക്കലും ഓഫ് ആവുന്നൊരു സിറ്റുവേഷൻ. അപ്പൊ ബാക്കിൽ നിൽക്കുന്നവർക്ക് ഒട്ടും ക്ഷമയില്ലാത്ത ആൾക്കാരായതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടില് കുറെ ബുദ്ധിമുട്ടുകൾ അങ്ങനെ ഒരുപാട് അനുഭവിച്ചിട്ടില്ല, ഉണ്ടായിട്ടുണ്ട്. ആ ഒരു പേടി എനിക്കുണ്ടായിരുന്നു. ഇന്ന് ത്രൂ ഔട്ട് ഞങ്ങൾ അത്യാവശ്യം നല്ല കുറെ ദൂരം പോയിട്ടുണ്ട്. മൊത്തത്തിൽ നിന്ന് കറങ്ങിയിട്ടുണ്ട്. വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള റോഡുകളിലൂടെ തന്നെയാണ് ഞാൻ സാറിനെ നയിച്ചത്. എനിക്ക് തന്നെ അറിയാം, അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള റോഡുകൾ സെലക്ട് ചെയ്യണം. അത് തന്നെയാണ് എനിക്ക് പുതുതായിട്ട് പഠിക്കുന്ന ആൾക്കാരോട് പറയാനുള്ള ഒരു സംഭവം. നിങ്ങൾ കുറച്ചും കൂടി നല്ല ടഫുള്ള റോഡുകൾ തന്നെ സെലക്ട് ചെയ്തിട്ട് സാറിന് കൊടുക്കണം. എന്നാലും നമ്മൾ ഈ ചെയ്യുന്ന ഒരു എന്താ പറയാ ട്രെയിനിങ്ങിന് ഒരു ഉപകാരം വരും. വളരെ ഈസി ആയിട്ടുള്ള റോഡ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു കുറച്ച് സമയം കളയാന്നല്ലാതെ നമുക്കൊരു ഉപകാരത്തില് വരില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് എവിടെയാ ബുദ്ധിമുട്ട് അത് പറയണം. അത് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുമ്പോഴാണ് ചിലപ്പോൾ നമുക്ക് പിന്നീട് ആ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു സംഭവം വരാം. ഈ ഹാഫ് ക്ലച്ചിന്റെ ഒരു സംഭവം വളരെ ഉപകാരപ്രദമായിട്ട് ഇപ്പൊ ഞങ്ങൾ അത് ചെയ്തിട്ട് നിൽക്കുന്ന ഒരു അവസരമാണ്. വലിയ കയറ്റത്തിൽ നിന്ന് കയറിയിട്ട് നിൽക്കുകയാണ്. ഹാഫ് ക്ലച്ചും ഒരു പ്രകടനം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ കുഴപ്പമില്ലാത്ത ഒരു കോൺഫിഡൻസ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഗിയർ ഡൗൺ ചെയ്യുന്ന ഒരു പ്രശ്നമായിരുന്നു. പെട്ടെന്ന് ഗിയർ ഡൗൺ, നമുക്ക് ഗിയർ അപ്പ് ചെയ്ത് പോകാൻ കുഴപ്പമില്ലായിരുന്നു. ഡൗണിങ് ഒരു പ്രശ്നമായിരുന്നു. പെട്ടെന്ന് സ്പീഡിൽ വന്നിട്ട് നിർത്തുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട്. അതിൽ നിന്നിപ്പോ കുറെ ദൂരം യാത്ര ചെയ്തുകൊണ്ട് നല്ല കൺജസ്റ്റഡ് റോഡ്, നല്ല ട്രാഫിക് ഉള്ള ഒരു റോഡുകളിലൂടെ പോയതുകൊണ്ട് കുറെയൊക്കെ ബെറ്റർ ആയിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഇപ്പൊ പ്രാക്ടീസിലൂടെ കുറച്ചും കൂടി മെച്ചപ്പെടുമെന്ന് വിചാരിക്കും. പിന്നെ ഇപ്പം സെക്കൻഡ് ഗിയറിൽ ക്ലച്ച് കൺട്രോൾ ചെയ്ത് ട്രാഫിക്കിൽ പോവാന്ന് മനസ്സിലായില്ല, അത്യാവശ്യം അത് വലിയ കാര്യമാണ്. നമ്മള് തേർഡിൽ തന്നെ വന്നിട്ട് ആ തേർഡിൽ തന്നെ പോവാൻ നോക്കിയാൽ ചിലപ്പോൾ ഓഫായി പോകും. അതെ, നമ്മളൊരു ബിഗിനർ ചെറിയൊരു സ്പേസ് കണ്ടു കഴിഞ്ഞാൽ ആ സ്പേസിലൂടെ എങ്ങനെയും രക്ഷപ്പെട്ടു പോവാം ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരുണ്ടാവും. എന്നെ പോലെ തന്നെ കുറെ പേരുണ്ടാവും. അപ്പൊ നമ്മളും ബാക്കി പലതും മറന്നിട്ട് അതിനകത്തേക്ക് കുത്തിക്ക് എങ്ങനെയും രക്ഷപ്പെടാൻ നിന്ന് കഴിഞ്ഞാൽ ആ മുന്നിലുള്ളവരെങ്ങനെ റെസ്പോണ്ട് ചെയ്യാന്ന് പോലും നമുക്കറിയില്ല. അപ്പുറത്ത് നിൽക്കുന്ന ഒരു വഴിയാത്രക്കാരനായാലും പെട്ടെന്ന് കയറി കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ മാക്സിമം വണ്ടി നിർത്താൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ നിർത്തിയിട്ട് എടുക്കുകയാണ് ഏറ്റവും ബെറ്റർ. അതാണ് പോയിന്റ്. നിർത്തിയെടുക്കാൻ പറ്റണം, പക്ഷെ തോന്നൂല. അതെ, തുടക്കക്കാർക്ക് തോന്നൂല. അപ്പം തുടക്കത്തിലെ തന്നെ തേർഡ് ഗിയറിലും ഫോർത്ത് ഗിയറിലും കയറി സ്പീഡപ്പ് ആക്കാൻ നോക്കുന്നത് വലിയൊരു പ്രശ്നമാണ്. അപകടത്തിലെത്തും, ഷുവറായിട്ട് എത്തും. അപ്പൊ നമ്മൾ ഏറ്റവും സ്ലോ ആയിട്ട് പോവുക, വളരെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റോഡ് വരുമ്പോൾ മാത്രം സ്പീഡിൽ പോവുക.
ഏത് സ്പീഡിൽ പോകുന്നുണ്ടെങ്കിലും ചവിട്ടി നിർത്താൻ പറ്റണം. ആ സ്പീഡിൽ പോവുള്ളൂ. അത് വെരി ഇമ്പോർട്ടന്റ്. ഒരാളും ചോദിക്കാറുണ്ട് എത്ര സ്പീഡിൽ വരെ പോവാന്ന്. നിങ്ങളുടെ സ്പീഡ് നിങ്ങളെ തീരുമാനിക്കണ്ടേ. എന്ത് പറയുന്നു ഇതിന്? നമ്മൾ പറഞ്ഞ സ്പീഡിൽ നിങ്ങൾ പോകരുത്. പിന്നെ കൂടെയുള്ള ആള് ചിലപ്പോ ആരെങ്കിലുമൊക്കെ ഫ്രണ്ട്സിനൊക്കെ കൂട്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ അവർ ഒരു അങ്ങോട്ട് തിരിക്കും സ്പീഡ് കൂട്ട്. നിങ്ങൾ കൂട്ടരുത്. നിങ്ങൾക്ക് കംഫർട്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ കൂട്ടിക്കോ. ഞാൻ ഈ പഠിക്കുന്നവരോടൊക്കെ പറയണ്ട്, ചങ്ങാതിമാരൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ പോകും. അപ്പം അവര് പറയും അങ്ങോട്ട് ഓടിക്കും ഇങ്ങോട്ട് ഓടിക്കും. നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടായിരിക്കണം, ഒരു ബോധം ഉണ്ടായിരിക്കണം ഇങ്ങോട്ട് ഓടിച്ചാൽ എന്താവും. എല്ലാം നമ്മുടെ കയ്യിലാണ്. എല്ലാം നമ്മുടെ കയ്യിലാണ്. നമ്മുടെ ഒരു ശ്രദ്ധ തിരിയുന്നിടത്ത് ഒരു അപകടം മസ്റ്റായിട്ട് ഉണ്ടാവും. പിന്നീട് പശ്ചാത്തപിക്കുന്നതിലും നല്ലത് ആദ്യം ശ്രദ്ധിക്കുന്നതാണ്. അതാണ്, ഒരു ആക്സിഡന്റ് ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് തലേന്ന് പോവില്ല. വളരെ ബുദ്ധിമുട്ടാണ് പിന്നീട് ഡ്രൈവ് ചെയ്യാൻ. അപ്പോൾ വരാതെ നോക്കുക. അഥവാ എന്തെങ്കിലും ചെറിയ പ്രശ്നം വന്നാൽ ഇതിൽ പഠിക്കുക. ഏറ്റവും കൂടുതൽ എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ മാക്സിമം ആളൊഴിഞ്ഞ സ്ഥലത്ത് കുറേയൊക്കെ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ആ ഒരു താളം കിട്ടിയതിന് ശേഷം റോഡിലേക്ക് നല്ല ട്രാഫിക്കുള്ളടത്തേക്ക് കയറുക എന്നുള്ളത് തന്നെയാണ്. അതെ അതെ, അല്ലെങ്കിൽ അവിടെ കുടുങ്ങി പേടിച്ച് മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടാവും, നമുക്ക് മാത്രമല്ല. അതെ അതെ, ടോട്ടൽ ട്രാഫിക് ബ്ലോക്ക് ആവും. ഹരീശ്രീ അശോകന സിനിമയിൽ പറഞ്ഞ പോലെ വലിയൊരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കും നിങ്ങൾ. വൈകിപ്പോവും. അപ്പം ചെറിയ റോഡിൽ പഠിക്കുക, പഠിച്ച് പ്രാക്ടീസ് ആയിട്ട് വലിയ റോഡിലേക്ക് വരിക. ഇപ്പം എന്നെ വിളിക്കുന്ന ആളുകളെല്ലാം അത്യാവശ്യം ഡ്രൈവ് ചെയ്യുന്നവരാണ്. പിന്നീട് അവർക്ക് എന്തെങ്കിലുമൊക്കെ ട്രിക്കും ഈ പറഞ്ഞ പോലെ ചെറിയ ബുദ്ധിമുട്ടും ഫേസ് ചെയ്യാൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾ വലിയ ട്രാഫിക്കിലേക്ക് തന്നെ കൊണ്ടുപോകുന്നത്. അല്ലാണ്ട് തീരെ അറിയാത്ത ഒരാൾ ആദ്യം ഭൂരിഭാഗം പേരും സാറിനെ വിളിക്കുന്ന ഭൂരിഭാഗം പേരും അത്യാവശ്യം ഡ്രൈവ് ചെയ്യുന്നവർ തന്നെയാണ്. പക്ഷെ അവരുടെ ഉള്ളില് പേടി, കോൺഫിഡൻസ് കുറവ്, പേടിയുള്ളവരാണ് ഇപ്പൊ സാറിനെ വിളിച്ച് ട്രെയിനിങ് എടുക്കുന്നത്. തീർച്ചയായിട്ടും പേടിയില്ലാത്തവൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യും. അത് അപകടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അതാണ്. പിന്നെ ഓവർ കോൺഫിഡൻസും പ്രശ്നമാണ്. അതും നമ്മൾ ശ്രദ്ധിക്കുക. കുറച്ച് പേടി നല്ലതാ, ശ്രദ്ധിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഉറക്കമൊക്കെ വരും. എന്താ വെച്ചാൽ തീരെ പേടിയില്ലെങ്കിൽ കയ്യിൽ നിന്ന് ഇങ്ങനെ പ്രശ്നമാണ്. അപ്പം കുറച്ച് പേടി നല്ലതാണ്. ഇപ്പം ഞാൻ ആദ്യമായിട്ടായിരിക്കും പറയാം പേടി നല്ലതാണ്. പേടി നല്ലതാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ. പക്ഷേ കൂടുതൽ പേടിക്കരുത്, പേടിച്ചെടുക്കാൻ കഴിയില്ല. കൂടുതൽ കോൺഫിഡൻസും വേണ്ട, രണ്ടിൻ്റെ ഇടയിൽ നിൽക്കണം. ഡ്രൈവിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 100 കിലോമീറ്റർ ഡ്രൈവ് ചെയ്യുന്നു, 99 കിലോമീറ്റർ വൃത്തിയായിട്ട് ഡ്രൈവ് ചെയ്ത് ആ 100ാമത്തെ കിലോമീറ്ററിൽ നമ്മളൊരു മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം പോയി. എല്ലാത്തിലും ഉപരി മൈൻഡ് ഇവിടെ ഉണ്ടാവുക എന്നുള്ളതാണ്. പ്രസൻസ് ഓഫ് മൈൻഡ് വെരി വെരി ഇമ്പോർട്ടന്റ്. വളരെ ബുദ്ധിമുട്ടാണ്. ഇല്ലാത്ത സമയത്ത് ഒരാൾ തന്നെയാണ്. എന്റെ മൈൻഡ് പലപ്പോഴും കട്ടായി പോയിട്ട് പ്രശ്നങ്ങളുണ്ട്. മൈൻഡ് നമ്മുടെ ഇവിടെ ഇല്ലെങ്കിൽ ഡ്രൈവിംഗ് ഇച്ചിരി പാടായിരിക്കും. സത്യം, മൈൻഡ് നല്ല പാടായിരിക്കും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞവരെ ഒന്നും കൂടെ പറയാണ്, 99 കിലോമീറ്റർ ഞാൻ നന്നായിട്ട് ഡ്രൈവ് ചെയ്തു, ലാസ്റ്റത്തെ 1 കിലോമീറ്റർ ചെറിയ പ്രശ്നം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ വണ്ടി എടുത്ത് വണ്ടി തിരിച്ച് കൊണ്ടുവെക്കുന്നവരെ ഒരേ ശ്രദ്ധ ഉണ്ടായിരിക്കണം. അവസാനം പോയിട്ട് മുട്ടി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ആരും കേൾക്കൂല, ആരും അത് ശ്രദ്ധിക്കുകയും ചെയ്യില്ല. നിങ്ങൾ ചെയ്ത തെറ്റ് തന്നെയാണ്. അപ്പോൾ അത് എപ്പോഴും മനസ്സിൽ ഓർക്കുക, ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലാസ് വേണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതെൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ബുക്ക് ചെയ്യുക. ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൗകര്യം പോലെ ഡേറ്റ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് ട്രെയിനിങ് ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്തോളൂ. എന്തായാലും ഹാപ്പി അല്ലേ മിഥുൻ? മിഥുനെ പരിചയപ്പെടുത്തിയിട്ടില്ലല്ലോ. മിഥുൻ വർക്ക് ചെയ്യുന്നത് PWDയിലാണ് അല്ലേ? ചാവക്കാട്. അതെ, അപ്പം ഗവൺമെൻറ് സ്റ്റാഫാണ്. പിന്നെ അപ്പം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് മിഥുനോട് ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. പിന്നെ നമ്മൾ കമൻറ്റ് ഇട്ടാൽ മിഥുൻ അതിനൊക്കെ റിപ്ലൈ ചെയ്യും. അപ്പോൾ എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.